പൊതിച്ചോറ് കഴിച്ചാലോ? പൊതിച്ചോറെന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് പൊറോട്ടയും ബീഫും പോലെ തന്നെ അത്രമാത്രം പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ്. അങ്ങനെ നമുക്കൊരു പൊതിച്ചോറൊക്കെ കിട്ടി. പൊതിച്ചോറ് നമ്മളിങ്ങനെ ആ പേപ്പർ തന്നെ തുറക്കുമ്പോഴത്തേക്ക് തന്നെ ആ മണം ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ പൊതിച്ചോറൊക്കെ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് പാവം അടിപൊളി മുട്ട, മീൻ, ബീഫ്, ചമ്മന്തി, തോരൻ, കൂർക്ക, മുളക്, അതുകൂടാതെ മോരും ഉണ്ടായിരുന്നു. എന്നാ പറയുന്ന, ഓർക്കുമ്പം തന്നെ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലൂടെ ഓളം തള്ളി ഇങ്ങനെ പോവുക. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എപ്പോഴും നമുക്ക് കിട്ടുന്നൊരു സാധനം പൊതിച്ചോറ്. അന്ന് സ്റ്റീൽ പാത്രങ്ങളുണ്ടായിരുന്നെങ്കിലും നമ്മൾ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് ഈ വാഴയിലക്കകത്ത് പൊതിച്ചോറ് കൊണ്ടുവരാം. ഓവർ ദ ടൈമിൽ ഈ പൊതിഞ്ഞിങ്ങനെ വെച്ചേക്കുമ്പോൾ ആ കറികളിൽ നിന്നുള്ള ഒരു മണവും അതിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം ചോറിനകത്തോട്ട് ഇറങ്ങി നമ്മൾ ഈ ചട്ടിച്ചോറ് കഴിക്കത്തില്ലേ, അതിൻ്റെ വേറൊരു എഫക്റ്റ് ആയിരിക്കും അല്ലേ. ഞാനെന്തിനാ ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? പൊതിച്ചോറ് കഴിക്കാത്ത ആരെങ്കിലും മലയാളികളുണ്ടോ? എനിക്ക് സംശയമാണ്. കാരണം എല്ലാ മലയാളികളും പൊതിച്ചോറ് കഴിച്ചിട്ടുണ്ട്. ഈവൻ നമ്മൾ വേറൊരിടത്ത് ജനിച്ച് വളർന്നെന്ന് പറഞ്ഞാലും അവരെല്ലാം അവരുടെ വീട്ടിലൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും പൊതിച്ചോറ് എക്സ്പീരിയൻസ് ചെയ്യാത്തവരായിട്ട് ആരും കാണത്തില്ല. എൻ്റെ അമ്മ, ഒരു രക്ഷയില്ല, ഞാൻ പോയി കഴിച്ചിട്ട് വരട്ടെ.